ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഇടനേലയിൽ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇതൊരു പരീക്ഷണമാണ്, ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ ഇടനേലയിൽ എന്തുണ്ടാക്കിയാലും ആ ഇടനേലയുടെ ഒരു മണം ഉണ്ടല്ലോ, അതുകൊണ്ട് നല്ല ടേസ്റ്റ് അല്ലേ. ഞാൻ അടയൊക്കെ ഉണ്ടാക്കാറുണ്ട്, റവ അടയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ആദ്യമായിട്ടാണ് കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. എങ്ങനെ ഉണ്ടാകുന്നുള്ളത് അറിയത്തില്ല. ഒരു പരീക്ഷണമാണ്, മൊത്തത്തിൽ എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. ഇതൊരു പരീക്ഷണം കേട്ടോ. നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും പരീക്ഷണമൊക്കെ ചെയ്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. നമ്മൾ വീഡിയോസിൽ കാണിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കും, മിക്കവാറും സക്സസ് ആവാറുണ്ട്, ഇല്ലാത്തത് ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. അപ്പം നമ്മളിതാ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. മാവ് ഇത് അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും നൂൽപുട്ടിന് വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ച മാവായിരുന്നു കേട്ടോ. നൂൽപുട്ട് ഉണ്ടാക്കാനുള്ളൊരു പ്ലാനായിരുന്നു, പക്ഷേ അതിൻ്റെ ഉള്ളിൽ തച്ചില്ലേ, അത് കാണാനില്ല. നമ്മളിവിടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുഞ്ഞ് കുക്കറിൻ്റെ വിസിൽ, ചെറിയ സാധനങ്ങളില്ലേ, അതൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടുമല്ലോ. പക്ഷേ അതിൻ്റെ അകത്ത് കാണാനില്ല, അത് എവിടെയാണത് കുറച്ച് നോക്കി കണ്ടില്ല. അപ്പോൾ എന്തായാലും ഇനി സമയം കളയണ്ട, അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് വീഡിയോ എടുക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരിക്കും. അപ്പോൾ എന്തായാലും സമയം കളയണ്ടെന്ന് വിചാരിച്ചു കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും ഇടനേലയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതാ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്, വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൊഴുക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ആദ്യം കുറച്ച് മാവ് എടുത്തിട്ട് ഇത് കയ്യിൽ വെച്ചത് പരത്തിയിട്ടുണ്ടേ. നമ്മളതിലോട്ട് കുറച്ച് തേങ്ങയും പഞ്ചസാരയും ജീരകവും ഏലക്കയും പൊടിയെല്ലാം കൂടെ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇടനയില്ലേ, ഇതാ കോണ് കുത്തുന്നു, ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കുന്നു, അടയ്ക്കുന്നു. കോണ് കുത്തി ഇതാ നമ്മളിത് അതിൻ്റെ ഉള്ളിൽ വെച്ച് അടച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കൊഴുക്കട്ട. വീണ്ടും നമ്മൾ കുറച്ച് മാവെടുക്കുന്നു, ദീ പരത്തുന്നു. കുറച്ച് വെള്ളം തൊട്ട് പരത്തുവാണെങ്കിൽ വേഗമായി കിട്ടും. മധുരം വെച്ചു കേട്ടോ. നമുക്ക് അടച്ചു കൊടുക്കാം. പിന്നെ വലിയ ഷേപ്പൊന്നും ആക്കണ്ട, നമ്മളിതിൻ്റെ ഉള്ളിൽ ഇലയുടെ ഉള്ളിലോട്ട് വെക്കാൻ പോകുമല്ലേ. ഇതാ ഉള്ളിലോട്ട് വെക്കുന്നു, അടച്ചു വെക്കാവേനി. സിമ്പിൾ പരിപാടി. ഇഡലി പാത്രത്തിൽ വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഓരോ കൊഴുക്കട്ട ഇതിലോട്ട് വെച്ച് കൊടുക്കാവേ. ഇതാ അടുത്തതും കൂടെ ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് ഇഡലി പാത്രത്തിലോട്ട് വെക്കാം. ഇതൊന്നും എടുത്തിട്ടുണ്ട്, നമുക്കിത് വെന്തോ നോക്കാം. ഇത് ഏകദേശം ലാസ്റ്റ് വെച്ചതാണ്. അപ്പം നമ്മുടെ കൊഴുക്കട്ട, ഇടനേലയുടെ കൊഴുക്കട്ട കഴിക്കാനായിട്ട് പോവുകയാണേ. നല്ല മണമുണ്ട് കേട്ടോ ഇടനേലയുടെ. കൊഴുക്കട്ട പോലെ തന്നെ ഉള്ളിൽ മധുരമൊക്കെ ഉണ്ട്. നല്ല മയമുണ്ട് കേട്ടോ, ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല മയമുണ്ട്, ഒരു മണമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൊഴുക്കട്ടയും കഴിച്ച് ചായ കുടിച്ചിട്ട് നമുക്ക് കുറച്ച് ഓല എടുക്കാനായിട്ട് പോകാം. നമ്മുടെ ഇപ്പോൾ അത് കണ്ടത്തിൻ്റെ അപ്പുറത്തെ പറമ്പിൽ തെങ്ങ് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഓല എടുത്തിട്ട് വരാം കേട്ടോ. ഓല മെടഞ്ഞ് നമുക്ക് നമ്മുടെ ഏർമാടത്തിൽ സൈഡൊന്ന് മറയ്ക്കാനായിട്ടാണ്. ഓല ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തെങ്ങ് വെട്ടിയത്. അപ്പോൾ നമുക്കത് പോയി എടുത്തിട്ട് വരാം. അതുപോലെ തന്നെ തെങ്ങിൻ്റെ ഉള്ളിൽ കഴിക്കാനായിട്ട് വരുന്നൊരു സാധനം ഉണ്ട്, അതും കൂടെ എടുക്കാം കേട്ടോ. കഴിക്കട്ടെ. നമ്മളിപ്പോൾ തെങ്ങ് വെട്ടിയെടുക്കാനായിട്ട് പോകുന്നതാണ്. നമ്മുടെ കണ്ടത്തിൻ്റെ തൊട്ടിപ്പുറത്തുള്ള പറമ്പിലാണ് തെങ്ങ് വെട്ടിയേക്കുന്നത്. അപ്പോൾ തെങ്ങിൻ്റെ ഓല നമുക്ക് എടുക്കാം, തെങ്ങിൻ്റെ ഉള്ളിലുള്ള തെങ്ങിൻ്റെ കൂമ്പെടുത്ത് കഴിക്കുകയും ചെയ്യാം. നല്ല മധുരമുള്ള സാധനം. ഒരുവിധം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, അറിയാത്തവരുണ്ടാവുമെന്ന് അറിയില്ല. തെങ്ങ് വെട്ടുമ്പോൾ എന്തായാലും മിക്കവാറും ഇത് എടുക്കാറുണ്ട്. എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പട്ടയുടെ ആ ഭാഗങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് ഉള്ളിൽ നിന്നൊന്ന് എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതെടുക്കാനായിട്ട് നമ്മൾ പോകുന്നതാണ്. ഓക്കെ. ഇതിവിടെ തെങ്ങും മരങ്ങളും ഒക്കെ വെട്ടി മാറ്റിയതായിരുന്നു ഈ സ്ഥലത്ത്. അപ്പോൾ അവിടെ നിന്ന്
ഇത് ഓലയൊക്കെ ഒരു വെട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഓല ഇതേപോലെ ഒന്ന് എടുത്തുകൊണ്ട് പോയാൽ മതിയേ. അവിടെയൊക്കെ കുടുങ്ങി, വണ്ടിയിലൊക്കെ കുടുങ്ങിയിരിക്കുക. നമുക്ക് ഓല മാത്രം, നമുക്ക് വേണ്ട ഓല എടുത്തിട്ട് പോയാൽ മതി. ഓല അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. 3-4 തെങ്ങ് വെട്ടിയിട്ടുണ്ട്. ചില തെങ്ങിൻ്റെ ഓല ഒന്നിനും കൊള്ളത്തില്ല. അത് ഈ ഒരുമാതിരി ചൊറി പിടിച്ച പോലത്തെ ഓലകളൊക്കെ, കേട് വന്ന ഓലകളാണ്. ഈ ഓല മാത്രം വലിയ കുഴപ്പമില്ല കേട്ടോ. കുറേ ഓലയുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടതെടുത്താൽ മതി. ഇതാ വെയിൽ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം ഓല എടുത്തിട്ട് നമുക്ക് പോവാവേ. ഇവിടെ കുഞ്ഞിനെ റെഡിയാക്കിയിട്ട് അംഗൻവാടിയിൽ വിടണം. നമുക്കേ ഈ ഒരു തെങ്ങിൻ്റെ സാധനം കുറേ മരങ്ങളും ഓലയൊക്കെ കിടക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഉരുട്ടി ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ ഞാൻ എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് വെട്ടിക്കളഞ്ഞു കേട്ടോ, വെയിറ്റ് കുറയ്ക്കാനായിട്ട്. നമുക്ക് ഉരുട്ടി നമ്മുടെ വീടിൻ്റെ സൈഡ് ഒരു പഴയ വീടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് പോയേക്കുന്ന ഒരു വീട്. അപ്പോൾ വീടിൻ്റെ സൈഡിലോട്ട് കൊണ്ടുവന്നു. ഇവിടെ നമുക്ക് കുറച്ച് തെളിഞ്ഞ സ്ഥലമുണ്ട്. നമുക്ക് ഇവിടെ ഇട്ടത് വെട്ടി നന്നാക്കി എടുക്കാതെ. ഈ ഭാഗത്ത് കണ്ടോ, ഇതാണ് കേട്ടോ നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഓലയും സാധനങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞാലേ നമുക്കിത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ കുറേ ഇതിൻ്റെ സാധനങ്ങളൊക്കെ വെട്ടിക്കളയാനായിട്ട്, എന്നാലേ കിട്ടത്തുള്ളേ. ഏതാണ്ടൊക്കെ നമ്മളിപ്പോൾ വെട്ടി ഒന്ന് ലെവലാക്കിയിട്ടുണ്ട്. നല്ല പണിയുണ്ട്. വെറുതെ ഒന്നും ഈ സാധനം കിട്ടത്തില്ല. നല്ല രീതിയിൽ പണിയെടുക്കണം. ഒരിക്കലാണ് ഏറ്റവും വലിയ പണി. നമ്മുടെ വീട്ടിലൊരു വാളുണ്ടായിരുന്നു, അത് കൊണ്ടുവന്നായിരുന്നെങ്കിൽ. തെങ്ങും പൂക്കലാട്ടോ കഴിക്കുന്നത്. അടുത്ത പൂക്കല കിട്ടിയ അതിന് മധുരമുണ്ട് കേട്ടോ. ഉള്ളി പോകുന്നവർ മധുരം ആയിക്കൊണ്ടിരിക്കും. എത്രയോ തേങ്ങയാവേണ്ട പൂക്കുല കേട്ടോ. അത് കഴിക്കാത്തവരുണ്ടോയെന്ന് എനിക്കറിയില്ല. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇത് എങ്ങനെ പറയാം, കുറച്ച് ഞാൻ കടിച്ച് കഴിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സാധനം കേട്ടോ. എന്നാൽ ഒരുപാട് കപ്പ പോലെയല്ല, അതിനെക്കാട്ടി ഇങ്ങനെ ലൈറ്റായിട്ട് കറുമുറ് കഴിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു നല്ല മധുരം ഉണ്ടാവും. ഇങ്ങനെ കഴിക്കുമ്പം ചിരട്ടയുടെ ഭാഗം വരുമ്പോൾ ഒരു മണം ഉണ്ടാവില്ലേ, കരിക്കിൻ്റെ ചിരട്ടയുടെ ആ ഒരു മണം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കാവേ. പൂക്കുലുണ്ട് എൻ്റെ അത്, പൂക്കുലയുടെ ഇതുണ്ട്. ഇത് പൂക്കുലയുടെ സാധനങ്ങളാണ്. ഇത് കൊതുമ്പ്, മടൽ കൊതുമ്പ് എന്നൊക്കെ പറയില്ലേ. ഇത് പൊട്ടിച്ചെടുക്കൽ ഇങ്ങോട്ട് പോകുമ്പോൾ കട്ടി കൂടുതൽ കഴിക്കാൻ പറ്റില്ല. പിഞ്ച് ഭാഗം ഉണ്ടാവുമല്ലോ തെങ്ങിനോട് ചേർന്നുള്ള ഭാഗം, അത് മാത്രമേ നമുക്കെടുത്ത് കഴിക്കാൻ പറ്റുള്ളേ. ഇതുണ്ടോ തെങ്ങിൻ പൂക്കുല. ഇപ്പോൾ വേഗം പൊട്ടി വരുന്നുണ്ടേ. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളു ഭാഗം ഇനി ഹൃദയം എന്നൊക്കെ പറയും കേട്ടോ. തെങ്ങിൻ്റെ ഹൃദയം പോലെ അടിപൊളിയാട്ടോ. ഇത് തെങ്ങാട്ടോ കഴിച്ചോണ്ടിരിക്കുന്നത്. ഇച്ചിരി മൂത്ത് പോയിട്ടോ, ഇതിൻ്റെ ഇപ്പുറത്തെ ഹൃദയമുള്ളത്. ഇത് ഇച്ചിരി മൂത്തതാണ്. ഇതാ നമ്മളങ്ങനെ തെങ്ങിൻ്റെ മറ്റേ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. പിഞ്ച് സാധനം കൂമ്പെടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. ട്രോഫി കിട്ടിയ പോലത്തെ ഒരു ഫീലാട്ടോ. അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത്രയും പൊളിച്ചു. നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അടുത്തുനിന്ന് കാണിച്ചു തരാവേ.
ഇതൊക്കെ കഴിക്കാനായിട്ട് പറ്റും. ഇതൊക്കെ പട്ടയാണ്. ഇനി ഇതും കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല നല്ല മധുരം ഉണ്ടല്ലോ. ഹലോ, നമ്മൾ നമ്മുടെ കൂമ്പും തെങ്ങും കൂമ്പൊക്കെ വെട്ടിയെടുത്തതാ വന്നു. ഓല എടുത്തില്ല കേട്ടോ. ഇത് തന്നെ കൊണ്ടുവരാനുള്ളതുണ്ട്. ഓല ഇനി രണ്ടാമത് എടുക്കാവേ പോയിട്ട് ഇനി കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അംഗൻവാടി കൊണ്ടുവിടണം. അപ്പം നമുക്ക് വീട്ടിൽ കൊണ്ട് വെക്കാം. നമുക്ക് നല്ലതൊക്കെ എടുത്ത് കഴിക്കാം. വലിയ മധുരമൊന്നും ഇല്ലാത്തടുത്ത് തോരനും വെക്കാവേ. അപ്പോൾ ഇതാ ഞങ്ങൾ അംഗൻവാടി പോകാനായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായി സുന്ദരി ഉടുപ്പൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുക. നമുക്ക് അംഗൻവാടി പോവാം. ടാറ്റ കൊടുക്കുന്ന എല്ലാവർക്കും. ഉമ്മ കൊടുക്ക്. എന്താക്കുന്ന അറിയില്ല, എന്തായാലും കൊണ്ട് വിട്ട് നോക്കാം കേട്ടോ. എനിക്ക് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വണ്ടി എടുക്കാനായിട്ടൊന്ന് സ്കൂട്ടി എടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഞാൻ സ്കൂട്ടിയും കൂടെ എടുത്തിട്ട് അങ്ങനെ വരാമെന്ന് വിചാരിച്ചിട്ട്. ഇല്ലില്ല, അമ്മ പോലെ അമ്മ കുഞ്ഞിനെ അങ്ങനെ വടിയിലാക്കാൻ വരുക. ഞാനെവിടെയും പോകില്ല. ഇല്ല, സ്കൂട്ടി എടുക്കില്ല. ഞാൻ സോത്തിനെ കൊണ്ട് വിട്ടിട്ട് അമ്മ വരും. പിന്നെ വൈകുന്നേരം അമ്മ എന്നെ വിളിക്കണം കേട്ടോ. ഓടി വരാം. ഓക്കെ വരാം. ആ ശരി. അപ്പം ഞങ്ങളതാ അംഗനവാടിയിൽ പോട്ടെ. എന്താ ഓടണ്ടടാ, നടന്നു പോടാ. വാട തൊത്തുപ്പാ തൊത്തമണിയാ ബാ. അതുകൊണ്ട് തവള ചത്ത് കിടക്കണോ? തവരോ പൊട്ടിച്ചു തരൂ കേട്ടോ. 2 പേർക്ക് കേട്ടോ. ഇത് പോളല്ലേ? വീട്ടിൽ പോകുമ്പോ കുട്ടിയില്ലേ? എന്നാ കടയിൽ സാധനം മേടിക്കാൻ പോണ ബാഗ് നമ്മുടെ അല്ലേ? കുഞ്ഞിനെ അംഗൻവാടിയിൽ വിട്ടിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. ചാള് വിട്ടിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഒന്നും തന്നെ ആദ്യം കൊണ്ടായിട്ട് അംഗൻവാടിയിൽ കുറച്ചേരം കൊണ്ട് ഇരുത്തി ഞങ്ങളിങ്ങനെ കൂടി ഇരുന്നിട്ടാണ് പിറ്റേ ദിവസം അങ്ങോട്ട് തന്നെ എന്നാണ് കൊണ്ടുവിട്ടേക്കുന്നത്. ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് ആൾക്കവിടെ. ഇത് വിട്ടിട്ട് വരുമ്പോൾ നമുക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത്രയും നാൾ നമ്മുടെ കൂടെയുള്ള ആൾ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക വീട്ടിൽ എൻ്റെ അമ്മയടുത്ത് അല്ലെങ്കിൽ ഇവിടെ അമ്മയടുത്ത് അങ്ങനെയൊക്കെ നിന്നാൾ പെട്ടെന്ന് നമ്മൾ എന്താ പറയുക വേറൊരു സ്ഥലത്ത് കൊണ്ടുവിടാന്ന് പറയുമ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കൊരു സങ്കടമാണ്. ഇവിടെ വിട്ടിട്ടുണ്ട്. നമുക്ക് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, എന്താണെന്നറിയാത്തൊരു ബുദ്ധിമുട്ട്. എന്തായാലും കുറച്ച് ഞാനിപ്പോൾ കുറച്ചേരം കാര്യം എന്നിട്ട് നിർത്തുമായിരിക്കും. എല്ലാ പിള്ളേരും അങ്ങനെയല്ല. എനിക്കറിയാവുന്ന സമയത്ത് നമ്മൾ പോയി വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് മനസ്സിലാവും കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചുകൊണ്ട് പോകുന്നുള്ള കാര്യം. പിന്നെ എന്തായാലും വിളിക്കുന്നില്ല. നമുക്ക് എന്തായാലും പോയിട്ട് വണ്ടി എടുക്കണം. വണ്ടി എടുത്തിട്ട് വേഗം നോക്കാം. വണ്ടി എടുത്തിട്ട് ഇതാ ഇപ്പോൾ വീട്ടിലെത്തി. കുഞ്ഞൊന്നും കിണിങ്ങായിരുന്നാലും പിന്നെ കുഴപ്പമില്ലായിരുന്നു കൊണ്ട് ആൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം മുന്നേ വിളിച്ചു. ടീച്ചർ പിന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു കുട്ടികളുടെ കൂടെ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിന്. എന്താ ഏതെങ്കിലും കൊച്ചുങ്ങൾ ഇവിടെ വന്നാലും അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ പോയാലും പിന്നെ ഇങ്ങോട്ട് വരില്ല. കുട്ടികളുടെ കൂടെ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചിലപ്പോൾ അംഗൻവാടി പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുള്ളായിരിക്കും. പിന്നെ കുട്ടികളെ കളിയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ആളത് മറക്കുമായിരിക്കും. പിള്ളേരുള്ളടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ഒരു കുഴപ്പമില്ല, അങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ തെങ്ങിൻ കൂമ്പിൻ്റെ ഓലയാട്ടോ ഇത്, ഓല നല്ല മധുരമുള്ളത് ഉള്ളിൽ നിട്ടാ. ഇതിൻ്റെ കുറച്ച് മധുരമുള്ള ഭാഗങ്ങൾ മാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് എടുത്തിട്ട് നമുക്ക് തോരൻ വെക്കാം കേട്ടോ. വലിയ മധുരമൊന്നും ഇല്ലാത്ത ഭാഗങ്ങളുണ്ടാവുമല്ലോ, അങ്ങനത്തെ ഭാഗങ്ങളെടുത്ത് തോരൻ വെക്കാം. ഇത് കണ്ടോ, ഇതതിൻ്റെ ഓലയാണേ, പിഞ്ച് ഓലയാണിത്. ഇത് ഞാൻ പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഉണ്ടോ, നമുക്ക് തെങ്ങിൻ്റെ കൂമ്പ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവേ. ഇതങ്ങനെ വെന്ത് പോകുന്നതല്ല, അതുകൊണ്ട് നമുക്ക് കുഞ്ഞതായിട്ട് എത്ര ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്ര ചെറുതായിട്ട് വേണേലും അരിഞ്ഞെടുക്കുക. കറി വേണേലും വെക്കാവേ. മസാല ഇട്ടിട്ട് മസാലക്കറി വെറുതെ കടുക് വറുത്തിട്ട് നമ്മുടെ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് കടുക് വറുത്തെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊരു മെഴുക്ക് വരട്ടി പോലെ കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കാനാട്ടോ. അതിന് ചെറുതായിട്ടൊരു മക്കു ചൊവയുണ്ടാവും ഈ പുറത്തുള്ള ഭാഗങ്ങൾക്ക്. ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചു. നമുക്കപ്പം പച്ചമുളക് എടുക്കുന്നില്ല, സവാള ചെറുതായിട്ടൊന്ന് പൊളിച്ചിട്ട് അതും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുക. അത്ര നേരം അതൊന്ന് വെള്ളത്തിൽ കിടക്കട്ടെ, എന്നിട്ട് നമുക്കത് കൊണ്ടുപോയിട്ട് തോരൻ വെക്കാവേ.
നമുക്ക് തെങ്ങും കൂമ്പ് തോരൻ വെക്കാം കേട്ടോ. അതിന് നമുക്കൊന്ന് ആദ്യം കടുക് വറക്കാം. അപ്പോൾ നമ്മൾ സവാള ഒന്ന് ആദ്യം വഴറ്റിയെടുക്കാവേ. എന്നിട്ട് നമുക്കിത് മസാലക്കറിയാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിലോട്ട് പച്ചമുളക് എടുക്കുന്നില്ല, മസാലപ്പൊടിയായിട്ട് എടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ തെങ്ങിൻ്റെ കൂമ്പിടാം കേട്ടോ. കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കട്ടുണ്ടോയെന്നൊന്നും അറിയത്തില്ല. കഴുകി ഇന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിടാവേ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നിന്ന് മസാലപ്പൊടി ഇടാവേ. ഇത് ഇളക്കി കൊടുക്കാം. ഇതാ തെങ്ങുംകൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസാല ഇട്ട് വെച്ചാണ് നല്ല തോരനായിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ട്. ചെറിയൊരു മധുരവും അതിൻ്റെ കൂടെ നമ്മുടെ മസാലയുടെ മണവും എരിവൊക്കെ ആയിട്ടുള്ളൊരു തോരനാണ്. ഇനി ഒന്ന് ശരിക്കും തണുക്കണം, നന്നായിട്ട് പിടിച്ച് വരട്ടെ. അപ്പോൾ ചോറ് കഴിക്കാൻ നേരത്ത് കഴിച്ചിട്ട് ശരിക്കും എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ തോരനായിട്ടുണ്ട്. നമുക്കിനി ഉപ്പുമാങ്ങ കറി വെക്കാം കേട്ടോ. അതുകൊണ്ട് ഉപ്പുമാങ്ങ, ഇത് ഉപ്പുമാങ്ങ എന്ന് പറഞ്ഞാൽ പഴുത്ത മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമുക്ക് കഴിഞ്ഞ വർഷത്തെയാണ്. നമ്മുടെ ഇവിടെ മാങ്ങയാവാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ഇനി മാവ് ശരിക്കൊന്നും പൂത്തിട്ട് പോലുമില്ല, ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഉപ്പുമാങ്ങ കറി വെക്കാനായിട്ടുള്ളതും അതുപോലെ തന്നെ അച്ചാറിടാനുള്ള കണ്ണിമാങ്ങ എല്ലാം നമ്മൾ ഉപ്പിലിട്ട് വെക്കാറുണ്ട്. ഇത് പഴുത്ത മാങ്ങ ഉപ്പിലിട്ട് വെച്ചാണ് നമുക്ക് മാങ്ങാക്കറി വെക്കാം. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് മാങ്ങാക്കറി കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഇതെടുത്ത് കറി വെക്കാം. നമുക്ക് മാങ്ങയുടെ മധുരം മൊത്തം പോയിട്ടുണ്ടാകും. മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും മധുരത്തിന് വേണ്ടി ഇടണം. മധുരം ഇഷ്ടമല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് അങ്ങനെ കറി വെച്ചാൽ മതി. ഒരു 6 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കുണ്ടെങ്കിൽ ഇത് കറി വെക്കാം കേട്ടോ. നമുക്ക് ഉപ്പുമാങ്ങ കറി വെക്കാനായിട്ട് ഇതാ തേങ്ങ, അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കാന്താരിമുളകും ചെറിയുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്, 3-4 കടുക്. ഇത് നമ്മളൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാവേ. അപ്പോൾ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരപ്പ് ഇതിലോട്ട് ഒഴിക്കാവേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇതിലോട്ട് ഇനി കുറച്ച് ഉള്ളിയും കൂടി ഇടുന്നുണ്ട്. സവാളയായിട്ട് ഇടുന്നത്. സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ഇടുന്നുണ്ട്. ചെറിയുള്ളി ഇടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ചെറിയുള്ളി ഭയങ്കര ചെറുതവിടെ ഉള്ളത്, അപ്പോൾ ഞാൻ കുറച്ച് വലുതാട്ടോ സവാള എടുത്തത്. അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം. കാന്താരി അരച്ചേക്കുന്നതുകൊണ്ട് പച്ചമുളകൊന്നും ഇട്ടിട്ടില്ലേ. ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. ഉപ്പ് മാങ്ങ ആയതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പുണ്ടാവും. കറി തിളച്ചിട്ടുണ്ട്, മാങ്ങയും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് മാറ്റിയിട്ട് ഇനി കടുക് വറുത്തിട്ട് ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ കടുക് വറുക്കാനായിട്ട് അത് എണ്ണ ഒഴിക്കുവാണ്. ഉലുവ ആദ്യമേ ഇടണ്ടായിരുന്നു, ഞാൻ മറന്നു പോയത് കേട്ടോ. എന്തായാലും നമുക്ക് കടുകിലോട്ട് ഉലുവയും കൂടി ഇടാം. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നല്ല കടുക് വറുത്തതിൻ്റെ മണം ഉലുവയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്കിത് നമ്മുടെ മാങ്ങയിലോട്ട് ഒഴിക്കാവേ. നമ്മുടെ മാങ്ങാക്കറിയുടെ കൂടെ കഴിക്കാനായിട്ട് മീൻ വറുത്തതും കൂടെ കണ്ടിട്ട് ഉണക്കമീൻ വറുത്തതാണേ. കഴിക്കാനായിട്ട് ചോറെടുത്തപ്പോൾ നമ്മുടെ മാങ്ങാക്കറിയിൽ നിന്ന് കടുക് വറുത്തതെല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കി ഒരു മാങ്ങയും കുറച്ച് ചാറും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെറുതെ വാഴയില വെട്ടി നമ്മുടെ പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചായിരുന്നു. നിങ്ങൾക്ക് കാണുന്ന സമയത്ത് കൊതിയാവണമല്ലോ, അതിന് വേണ്ടിയിട്ട് വെച്ചൊന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ മീൻ വറുത്ത ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, ചക്കക്കുരു മാങ്ങ കറി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ തോരനും കൂടെ എടുത്തു. തേങ്ങാക്കൂമ്പും ചമ്മന്തി, ഇന്നലെ വെച്ച ചക്കക്കുരു മാങ്ങയുടെ കുറച്ച് ചക്കക്കുരു ചാറും എടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങയുടെ ഒരു കഷ്ണം, ഉണക്കമീൻ വറുത്ത എല്ലാം കൂടെ കൂട്ടി കഴിക്കാനായിട്ട് പോവാണ്.
ചക്കക്കുരുമാങ്ങ ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാട്ടോ, അല്ല അടിപൊളി ടേസ്റ്റാണ്. മാങ്ങാക്കറിയും ഉപ്പുമാങ്ങ കറി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതൊരു ടേസ്റ്റാണ് കേട്ടോ. മധുരമൊന്നുമില്ല. പിന്നെ ചമ്മന്തി രാവിലെ അരച്ചായിരുന്നു കേട്ടോ, ചമ്മന്തി ഉണ്ട്. പിന്നെ നമ്മുടെ തേങ്ങാക്കൂമ്പ് തോരൻ, നമ്മുടെ മുളങ്കൂമ്പ് തോരൻ വെക്കില്ല, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഉണക്കമീൻ വറുത്തു, എല്ലാം അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഇന്നത്തെ ഉച്ചത്തെ ചോറ് അടിപൊളിയായി. കഴിക്കട്ടെ കേട്ടോ. ഉണ്ണിയേട്ടൻ വന്നപ്പം കുഞ്ഞിനെ കൊണ്ടുവന്നു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു പൊന്നു അംഗൻവാടി? അടിപൊളിയാണോ? അംഗൻവാടി പോയിട്ട് വന്നു. എന്താ ഞങ്ങൾ ഉണ്ണിയേട്ടൻ വന്നപ്പോൾ ഐസ്ക്രീമും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം കഴിക്കുക. എങ്ങനെയുണ്ട് പൊന്നു? നല്ലതാണോ? നല്ല അംഗൻവാടിയാ? ഐസ്ക്രീമോ? ഒന്നും പറയാൻ സമയമില്ല, കൊച്ചിരി കഴിയട്ടെ. അത് പറയണമെങ്കിൽ ഇപ്പോൾ തിരക്ക ഐസ്ക്രീം കഴിക്കണതിൻ്റെ. ആയുധമായി നിൽക്കുന്നത് തേങ്ങ പൊട്ടിക്കാനാട്ടോ. നമുക്ക് തേങ്ങ പൊട്ടിച്ച് ആട്ടിയെടുക്കണം, എണ്ണ ആട്ടിയെടുക്കണം. നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എണ്ണ ആട്ടിയ എണ്ണയാട്ടോ, വെളിച്ചെണ്ണ ആട്ടിയതാണ് ഉപയോഗിക്കുന്നത്. ഈ നമ്മൾ വാങ്ങുന്ന എണ്ണ എത്രത്തോളം നല്ല എണ്ണയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഈ കവറിൽ കിട്ടുന്ന എണ്ണ ഉണ്ടല്ലോ, പക്ക നമ്മുടെ ഈ വെളിച്ചെണ്ണയായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമാണ് കേട്ടോ, ഒരു ബന്ധമില്ല. നമുക്ക് തണുപ്പത്ത് നമ്മുടെ നോർമൽ എണ്ണ ആ എണ്ണയും കൂടെ കൊണ്ടുവച്ചാൽ അറിയാം, അത് എത്ര തണുത്താലും ആ സാധനം കട്ടയാവത്തില്ല. അതേസമയം നമുക്ക് കുപ്പിയിലൊക്കെ കിട്ടുമല്ലോ, അങ്ങനത്തെ എണ്ണയൊക്കെ പിന്നെയും കട്ടയാവും. നമുക്ക് കണ്ടാൽ തന്നെ ഒരു നോർമൽ എണ്ണയുടെ ഇതുപോലെ ഉണ്ട്. മറ്റേ എണ്ണ ഒരുമാതിരി മണവും, എണ്ണയുടെ ഒരു മണം ആവാനായിട്ട് എന്തൊക്കെയോ മണമൊക്കെ ചേർത്തിട്ടൊരു സാധനമാണ് കവറെണ്ണ. കുപ്പിയെണ്ണ അത്ര അങ്ങോട്ട് വരുന്നില്ല, നമ്മുടെ ഇവിടെ കുപ്പിയെണ്ണ അല്ലാത്ത കിട്ടാറുണ്ട്. വീട്ടിൽ തന്നെ ആട്ടിയെടുക്കുന്നത് നല്ലത്. നമ്മളിപ്പോൾ നമ്മുടെ പറമ്പിൽ ആകെ 2 തേങ്ങയുള്ളൂ കേട്ടോ, പക്ഷെ നമ്മൾ തേങ്ങ വാങ്ങി പൊട്ടിച്ച് എണ്ണ ആട്ടാണ് ചെയ്യുന്നത്. നമുക്ക് തേങ്ങ പൊട്ടിക്കാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പണ്ട് പല്ലിയാറ വീട്ടിൽ തേങ്ങ പൊട്ടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്ത സമയത്ത് ഇങ്ങനെ പൊതിച്ചിട്ടല്ലേ നിങ്ങൾ പൊട്ടിക്കുക, ഇങ്ങനെയാണോ പൊട്ടിക്കുക? നമ്മളിങ്ങനെയാട്ടോ പൊട്ടിക്കുക. ഇങ്ങനെ പൊട്ടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വെയിലത്ത് വെച്ച് വാട്ടും, ഉണക്കില്ല, വാട്ടിയിട്ട് നമ്മൾ കത്തി വെച്ചിട്ട് ചിരട്ടയിൽ നിന്ന് തേങ്ങ വിടിയിച്ചെടുക്കും. ഉണയും കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല കേട്ടോ, റബ്ബർ മാതിരി അതിൽ ഒട്ടിയിരിക്കാൻ നമുക്ക് കിട്ടത്തില്ല, ഭയങ്കര പാടാണ്. പക്ഷേ ചെറുതായിട്ടൊന്ന് വാടിയിരിക്കുന്ന സമയത്താണെങ്കിൽ ഇളക്കിയെടുക്കാൻ ഭയങ്കര സുഖം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് പിന്നെ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക ചെയ്യാറ്. നമുക്ക് പൊതിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരട്ടി പണിയാട്ടോ. ഈ ഒറ്റ പൊട്ടിക്കലിന് പിന്നെ ഓരോ തേങ്ങ പൊതിച്ച് പിന്നെ അത് പൊട്ടിച്ച് പിന്നെ ഇളക്കിയെടുക്കുക ഇച്ചിരി പാടാണ്, അതിൽ എളുപ്പമായിട്ടത്. പിന്നെ ഇതിലെ ഏറ്റവും വലിയൊരു ഉപകാരം എന്താണെന്നറിയോ, നമുക്ക് പൊതിക്കുന്ന പണി ഇല്ല, പിന്നെ നമ്മുടെ ചിരട്ട പൊട്ടിച്ചെടുക്കുന്ന ഒരു പണിയില്ല. ഇത് 2 പണിയും ഇല്ല. അത് മാത്രമല്ല ഒറ്റ വെട്ടലിൽ നമുക്ക് ആ 2 പണി ഇവിടെ കഴിഞ്ഞു. നമുക്ക് പിന്നെ വെയിലത്ത് വെച്ച് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തൊണ്ട് പൊതിച്ചെടുത്ത് കഴിഞ്ഞാൽ തൊണ്ട് കത്തിക്കൽ ഇച്ചിരി പാടാണ്. പക്ഷേ ഇത് ചിരട്ടയും കൂടെ ഉള്ളതുകൊണ്ടേ നമുക്ക് കത്തിക്കൽ ഭയങ്കര എളുപ്പമാട്ടോ. ചിരട്ടയും കൂടെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് കത്തുകയും ചെയ്യും, തൊണ്ട് കത്തുകയും ചെയ്യും. കുറേ നാളത്തേക്ക് നമ്മൾ വിറകിൻ്റെ ഉപയോഗം നമുക്ക് നല്ല കുറയ്ക്കും. ഇത് കത്തിച്ച് തീരുന്ന വരെ ചിരട്ടയും തൊണ്ടും കൂടെ ഉള്ളതുകൊണ്ടേ നന്നായിട്ട് കത്തും. അപ്പോൾ സമയത്ത് നമുക്ക് ഈ വിറക് വെക്കുന്ന സമയത്ത് ഒരു വിറകും ഒരു തൊണ്ടും 2 തൊണ്ടൊക്കെ ഇട്ട് കൊടുത്ത് ചോറൊക്കെ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുന്ന സമയത്തൊക്കെ അത് അതിൻ്റെ പാട്ടിന് അവിടെ ഇരുന്നു അത്യാവശ്യം നല്ലപോലെ കത്തിക്കോളൂ കേട്ടോ. നമുക്ക് തോരനൊക്കെ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റില്ല, അല്ലാത്ത സമയത്തൊക്കെ അങ്ങനെ പറ്റും. എന്തായാലും പൊട്ടിക്കുക. നമ്മൾ കുറച്ച് പൊട്ടിച്ച തേങ്ങ നമുക്ക് ആദ്യം വെയിലത്ത് കൊണ്ടുവെക്കാം കേട്ടോ. ആവുന്ന വെയിലത്ത് കൊണ്ടുവെക്കാം. എല്ലാം കൂടെ കൊണ്ടുവെക്കാനും പറ്റത്തില്ല, എന്തായാലും വെയിൽ വരുമ്പോൾ തന്നെ ഇതാക്കി കുറേയൊക്കെ അങ്ങ് വെള്ളം വാടി കിട്ടി നമുക്ക് അതിനനുസരിച്ച് ഇളക്കിയും കൂടി എടുക്കാമല്ലോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വെയിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം അങ്ങനെ വെയിൽ കിട്ടും. അപ്പോൾ സമയത്ത് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവെക്കാം. മുകളിൽ തന്നെ പോകണം കേട്ടോ വെയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ. എന്തോ ഓലമടേനെ എനിക്ക് അറിയത്തില്ലായിരുന്നേ. അപ്പം അമ്മ ഇപ്പോൾ കാണിച്ചു തന്നത് ഇത്രയും മെടഞ്ഞു തന്നു. ബാലൻസ് ഇത്രയും മെടഞ്ഞുകൊണ്ടിരിക്കുക. വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല, ഭയങ്കര സിമ്പിളാണ്. കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുമെങ്കിലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കേട്ടോ. പണ്ട് കണ്ടിട്ടേ ഉള്ളൂ, പിന്നെ ഞാൻ ഈ സംഭവം ഒന്നും കണ്ടിട്ട് തന്നെ ഇല്ല. അപ്പം അമ്മ കാണിച്ചു തന്നു. ഓല വിട്ടിട്ട് അടുത്ത ഓല എടുക്കുന്നു, അത് ബാക്കോട്ട് മടക്കുന്നു, ഒന്നൊന്ന് വിട്ട് ഒന്ന് മുകളിലും ഒന്ന് താഴെയായിട്ട് വെക്കുന്നു.
മുകളിൽ കൂടെ എടുക്കുന്നതൊക്കെ ഒന്ന് നിവർത്തി വെച്ചിട്ട് എടുക്കുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇവിടുത്തെ ബാക്കോട്ട് ഒടിച്ച് മെടഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ഇത് വെറുതെ ഇവിടെ വിട്ടു. അതിൻ്റെ അടുത്തെടുത്തു ഇങ്ങോട്ട് മടക്കി ഒടിച്ചു. ആ വിട്ട ഓലയില്ലേ അതിൻ്റെ ഇപ്പുറത്തെ ഓലയുടെ അടി കൂടി എടുത്തു. അതിൻ്റെ അപ്പുറത്ത് അടുത്ത് വരുന്ന ഓലയാണ് ഇത്. അതിൻ്റെ മുകളിൽ കൂടെ എടുത്തു. അടുത്തതിൻ്റെ താഴെ കൂടി എടുത്തു. പിന്നെ മുകളിൽ കൂടി എടുക്കുന്നു. പിന്നെ വീണ്ടും താഴെ കൂടി എടുക്കുന്നു. മുകളിൽ കൂടി എടുക്കുന്നു. പിന്നെ അടുത്ത് താഴെ കൂടി എടുക്കുന്നു. മുകളിൽ കൂടി എടുക്കുന്നു. അങ്ങനെ പോണു. അത് കഴിഞ്ഞ് അടുത്ത ഓല വിടുന്നു. അതിൻ്റെ അടുത്ത ഓല എടുക്കുന്നു. ഒടിക്കുന്നു. ഒരു ഓലയുടെ വിട്ട് അടിയിൽ കൂടി എടുത്തു. പിന്നെ അടുത്ത മുകളിൽ കൂടി എടുക്കുന്നു. അങ്ങനെ പോവുകയാണേ. ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ ഒന്ന് മെടഞ്ഞൊക്കെ വരുമ്പോൾ സെറ്റാവും. അപ്പോൾ ആദ്യമായിട്ട് മെടയും അമ്മ കുറച്ച് മെടഞ്ഞ് തന്നു. ആദ്യത്തെ സ്റ്റാർട്ടിങ് കാണിച്ചു തന്നു ഇങ്ങനെ മെടയുന്നതെന്ന് പറഞ്ഞിട്ട്. ബാക്കി അതുപോലെ ചെയ്യുവാണ്. ഓരോലയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ പെർഫെക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഇതിപ്പോൾ എന്തോ ഒരു പ്രശ്നം വെച്ചാൽ അടുത്തൊക്കെ അടുപ്പിച്ചൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് ഇത്രയായിട്ട് മെടഞ്ഞിട്ട് അപ്പോൾ ഒന്ന് മെടഞ്ഞ് തീർന്നിട്ടേ കുളിക്കാനായിട്ട് പോവാം. കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി മെടയാന്ന് വെച്ചു. ഭയങ്കര ചൂടൊക്കെ ആയിട്ടേ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് രാത്രി സമാധാനം പോലെ ബാക്കി മെടഞ്ഞ് വെക്കാം. സമയമുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും സമാധാനം പോലെ മെടഞ്ഞിട്ട് നമുക്ക് രാത്രി നമ്മുടെ ഏർമാടത്തിൽ കൊണ്ടുപോയി കെട്ടി തൂക്കിയിടാം. ഇത് ഇത്രയും കൂടെ ഉള്ളൂ കേട്ടോ മടയാൻ. അത് കഴിഞ്ഞിട്ടിനി ബാക്കി സൈഡ് ഒന്ന് റെഡിയാക്കണം. സൈഡ് റെഡിയാക്കാൻ ഇനിയിപ്പോൾ അമ്മ വരണം കേട്ടോ. കറക്റ്റ് സൈഡ് റെഡിയാക്കാനായിട്ട് അങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് എന്തായാലും കുളിക്കട്ടെ. കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ മുളക് വരാനായിട്ട് പോയേക്കുക. മുളകും തേങ്ങയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ശരിയാക്കാം കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. നമ്മൾ ഓല മെടയുന്നത് അതിന് തീരെ വീതി കിട്ടുന്നില്ല. ഒട്ടും വീതിയില്ല. മത്തങ്ങ പറിച്ചിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഒട്ടും വീതി കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കത് കെട്ടി ഇട്ടാലും ഒന്നും കാണാനില്ല. അപ്പോൾ ഞാൻ രണ്ടെണ്ണം മടഞ്ഞു നോക്കി. രണ്ടും അങ്ങനെ തന്നെ ഇട വരുന്നത്. ഒന്ന് ചെറുതൊന്നും വലുതും മടഞ്ഞു നോക്കി. എന്നാലും കിട്ടുന്നില്ല. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പല്ലിയിറക്കി പോയാലോ എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷെ വീട്ടിൽ ഉണ്ണിയേട്ടനും ഉണ്ടായിരുന്നില്ല. ഇത് വലിക്കാൻ പാടില്ല. പോയില്ല. പിന്നെ തേങ്ങ ഇച്ചിരി പൊട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിക്കാൻ നേരച്ചത് അവിടെ വന്നിരുന്ന കേട്ടോ. പെണ്ണ് വന്നിട്ട് സമ്മതിക്കുന്നില്ല. തേങ്ങ കൊത്തി ഉള്ളിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് നമ്മൾ ഒരു ദിവസം ഇപ്പോൾ വെയിലത്ത് വെച്ചു. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വാടിയിരിക്കുന്ന സമയത്ത് തന്നെ ഇളക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ ഭയങ്കര ഈസി ആട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇളക്കിയെടുക്കുക. എന്നിട്ട് അപ്പം തന്നെ അരിഞ്ഞ് വെക്കുക. അരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെയിലത്തിടാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഉണയും കിട്ടിയാൽ മതി. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ഈ ഉണയും കഴിയുമ്പോഴേ ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ നിൽക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കത്തി വെച്ചിട്ട് നടുവിടെ വരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇതാ എൻ്റെ തോളത്ത് വന്ന് കിടന്നു കേട്ടോ. കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് തോളത്ത് വന്ന് കിടന്നു. 2-3 ഇളക്കിയെടുത്തുള്ളേ. അപ്പോഴത്തേക്ക് കുഞ്ഞൊന്നും തോളത്ത് കിടന്നു. ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അംഗൻവാടി പോയതിൻ്റെ ഒരു ക്ഷീണമുണ്ട് ആൾക്ക്. അപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങനെ ഒരു ഇങ്ങനെ ഒരുപാടും കളിക്കുന്നില്ലല്ലോ. അപ്പോൾ അംഗൻവാടി പോകുമ്പോൾ ഭയങ്കര കളിയായിരിക്കും. പല്ലിയറയിലൊക്കെ പോയി കളിച്ച് കഴിഞ്ഞാൽ ആളിങ്ങനെ കേട്ടോ. അന്നത്തെ ദിവസം നല്ല ഉറക്കമായിരിക്കും. അതുപോലെ തോന്നുന്നു അംഗൻവാടി പോയിട്ട് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉറക്കം വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഉറക്കിയിട്ട് ബാക്കി ഇളക്കാം കേട്ടോ. കുഞ്ഞിനെ ഉറക്കിയിട്ടോ. കുഞ്ഞിനെ ഉറക്കിയിട്ട് അവിടെ കൊണ്ടേ കിടത്തി. നല്ല തണുപ്പുണ്ടെന്ന്. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു നല്ല വെയിലുണ്ടായിരുന്നുകൊണ്ടാന്ന് തോന്നുന്നു. അത്യാവശ്യം തണുപ്പ് ഉണ്ട്. അപ്പോൾ ഇളക്കുക കേട്ടോ. നമുക്ക് ഒരുപാട് തേങ്ങ ഇരുന്ന് ഉണങ്ങി കഴിഞ്ഞാൽ ഇളക്കാൻ ഇച്ചിരി പാടാണേ. അപ്പോൾ ഒട്ടിച്ചൊന്ന് വാടി വരുമ്പോൾ തന്നെ ഇളക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാ. നല്ല തണുപ്പുണ്ട്. പുറത്ത് സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കണത്. അല്ലെങ്കിലേ ഈ ചകിരിയുടെ ഫുള്ളൊരു പൊടിയിലേ അത് വീടിൻ്റെ ഉള്ളിൽ നിറയെ ആവും. ഇപ്പോൾ ഇന്നലെയൊക്കെ വീട് ഈ സമയപ്പോൾ അടിച്ച് തുടയ്ക്കലും പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ.
1-2 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴേക്കായിട്ട് ഇപ്പോൾ വീടടിച്ച് വാരി തുടയ്ക്കുന്നത്. വലിയ കുഴപ്പമില്ല, കുഞ്ഞ് അംഗൻവാടിയിലും കൂടെ പോയതുകൊണ്ട് ആൾ വലിയ കാര്യമായിട്ടൊന്നും നിരത്തിയിട്ടില്ല. അല്ലെങ്കിൽ വൃത്തിയാക്കിയിട്ടാലും വൃത്തിയായൊന്നും കിടക്കത്തില്ല. അപ്പോൾ എന്തായാലും കിട്ടിയ സമയത്ത് നമുക്ക് തേങ്ങ ഇളക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ അരിഞ്ഞ് കഴിയാറായിട്ട് കുറച്ചും കൂടെ ഉള്ളൂ. അരിഞ്ഞിട്ട് നാളെ നമുക്കിത് വെയിലത്തിട്ടാൽ മതി. ഉണങ്ങുന്ന വരെ നമുക്ക് ഇതേപോലെ വെയിലത്തിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്കിനി പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്യാനില്ല, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പണികൾ ഇനി വെയിലത്തിടുന്ന മാത്രമേ ഉള്ളൂ പണി. അപ്പോൾ ഒരുവിധം കട്ടിക്ക് ഇതരിഞ്ഞ് എടുക്കുവാണേ. കഴിയാറായി, കുറച്ച് തേക്കും കൂടെ ഉള്ളൂ. ഇവിടെ തീർത്താൽ ഇനി ഇതങ്ങനെ കൊണ്ട് നാളെ വെയിലത്ത്. അപ്പോൾ വെയിൽ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഇടയ്ക്കൊന്ന് മഴക്കാറൊക്കെ കയറിയെങ്കിലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് വെയിൽ കിട്ടുന്നുണ്ടേ. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ നമുക്ക് ഉണങ്ങിയും കിട്ടും. നമുക്ക് എല്ലാ സാധനവും പൊടിക്കാറായിട്ടിരിക്കുക. മഞ്ഞൾ പൊടിക്കേണ്ടി വരും, മഞ്ഞൾപ്പൊടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് ഇത് പൊടിക്കണം, പച്ചരി പൊടിക്കണം, പച്ചരി കഴിഞ്ഞു. ഗോതമ്പ് പൊടിക്കണം. പിന്നെന്താ, ഗോതമ്പ് നമുക്ക് 2ആയിട്ട് പൊടിക്കാം. ഒന്ന് ഗോതമ്പ് നുറുക്കായിട്ട് ഉപ്പുമാവിനും പൊടിക്കാം, പിന്നെ ഗോതമ്പ് പൊടിയായിട്ടും പൊടിക്കാം. പച്ചരി പൊടിക്കുന്ന സമയത്ത് പുട്ടിനുള്ളത് വേറെ പൊടിക്കാം, കുറച്ച് നുറുക്കായിട്ട് പുട്ടിന് പൊടിക്കാം. അതാട്ടോ കുറച്ച് നല്ലത്. പിന്നെ അല്ലാതെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് അത് നമുക്ക് പൊടിയായിട്ടും പൊടിക്കാം. അപ്പോൾ എന്താ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഈ ഒരു തേങ്ങയൊക്കെ ഉണങ്ങി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അതും കൂടെ നമുക്കൊന്ന് കഴുകി വെച്ച് കൊണ്ടുപോയി പൊടിക്കണം. എല്ലാം കൂടെ കൊണ്ടുപോയി പൊടിക്കുക. കൊണ്ടുപോകുമ്പോൾ ഒരുമിച്ച് കൊണ്ടുപോകും. മില്ലിലോട്ട് എന്തായാലും കുറച്ച് ദൂരമുണ്ട് ഇവിടെ നിന്ന്. മെനക്കെട്ട് എന്തായാലും പോകണം. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുക. ഇത് കഴിയാറായിട്ടോ, 2 കൂടെ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇനി ഒന്നുമില്ല, ഞങ്ങൾ കിടക്കുന്നു അത്രയേ ഉള്ളൂ. ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനേ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.